നമ്മുടെ നിയമമാണ് അയാളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണം. അവൾ ജോലി സംബന്ധമായി പോയി അവിടെ മറ്റൊരാളുമായി സെറ്റിലായി. അവളുടെ ഈ പറയാൻ പറ്റത്തില്ല പല വാക്കുകളും. നമസ്കാരം, അഡ്വക്കേറ്റ് റിനേഷ് അടുത്താടനാണ്. ഞാൻ ഇപ്പോൾ ഇടുക്കി കുമളിയിലേക്കുള്ള യാത്രയിലാണ്. ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഞാൻ രഞ്ജീഷിനായി വരും, അവനായി സംസാരിക്കും, അവൻ്റെ നീതിക്കായി ഞാൻ അവരുടെ കുടുംബങ്ങളായിട്ട് സംസാരിച്ച് നിയമയുദ്ധം ആരംഭിക്കാനായിട്ട് ഞാൻ വരുമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ ഇടുക്കി അവന്റെ വീട്ടിലേക്ക് കുമളിയിലേക്കുള്ള എല്ലാവർക്കും നമസ്കാരം. രഞ്ജീഷ് ചെയ്തിട്ടുള്ളത് വെറും വിഡ്ഢിത്തനമാണ്. പക്ഷെ ആ കടയാടി മോള് തന്തയ്ക്ക് പറക്കാത്തവളെ നീ കാണിച്ചിട്ടുള്ള തന്തയില്ലായ്മ നീ അനുഭവിക്കാതെ പോകത്തില്ല, അനുഭവിച്ചിട്ടേ നീ പോകത്തുള്ളൂ. പിന്നെ നീ ആകാശത്തിന്റെ ഏത് കോണിൽ കയറി കോത്താഴ്ത്തു പോയി ഒളിച്ചിരുന്നാലും നിന്നെ താഴെ ഇറക്കും. നിനക്കുള്ള ശിക്ഷ നിയമത്തിന്റെ വശത്തെന്ന് വാങ്ങി തരിക തന്നെ ചെയ്യും. നീ ദുബായിലാ ഏത് അടുപ്പിൻ്റെ അകത്ത് പോയിരുന്നാലും നിന്നെ ഇവിടെ ഇറക്കും, ഇവിടെ എത്തിക്കും. നീ ആ കൊച്ചിനെയും കൊണ്ട് പോയല്ലേടി. നിനക്ക് എന്തിനാടി ആ കൊച്ച്? കണ്ടവന്മാരോടൊപ്പം അവൻ്റെ സാമാനം സൂപ്പറാണെന്ന് കണ്ടുകൊണ്ട് അവൻ്റെ കാശും കണ്ടും കൊണ്ട് വല്ലവൻ്റെയും കൂടെ പിൻപായിട്ട് പോയപ്പോൾ നിനക്ക് എന്തിനാടി ആയിരുന്നു ആ കൊച്ചിന്? നിയമത്തിൻ്റെ വശത്തുനിന്ന് നീ ആ കൊച്ചിനെ വാങ്ങിക്കൊണ്ട് പോയല്ലോ. നിനക്ക് എന്തിനായിരുന്നടി കള്ള കടക്കാടി മോളെ? നിന്നെയൊക്കെ പോലത്തെ അപരാധികളാണ് പെമ്പിള്ളാർക്ക്, സ്ത്രീകൾക്ക് അപമാനം. ഓക്കെ, നിന്നെപ്പോലുള്ള അപരാധി മക്കൾ. ഇവിടെ ട്രൂ ലവ് എന്ന് പറയുന്ന സാധനം ഇല്ല, മണ്ണാങ്കട്ട മണ്ണലിഞ്ഞു പോയി. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇതുപോലത്തെ കടയാടി മക്കൾ കാരണം സംസാരിക്കാതിരിക്കാൻ വയ്യ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. കാരണം ഈ കടയാടി മോളെ 10 പേരെ അറിയണം. രഞ്ജീഷ് എന്ന് പറയുന്ന ഒരു യുവാവ് ബസ്സിലെ ക്ലീൻ ഡ്രൈവറൊക്കെ ആയിട്ട് ഈ പ്രൈവറ്റ് ബസ്സിലെ ആളാണ്. ഓക്കെ, ഇടുക്കിയിലാണ്. തീർന്നു, കുമളി തീർന്നു, സ്വയം തീർന്നു. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു കടയാടി മോളെ പ്രേമിച്ചു അവളെ കല്യാണം കഴിച്ചു, അതിലൊരു മകനുണ്ടായി. ഓക്കെ, എന്നാൽ ഈ കടയാടി മോള് നാട്ടിൽ രഞ്ജീഷും ഈ കടയാടി മോൾ അങ്ങ് പുറത്ത് ജോലിക്കും പോയി. അവിടെ പോയപ്പോൾ അവൾക്ക് വേറെ ഒരുത്തൻ്റെ സാമാനം കണ്ടപ്പോൾ അവൻ്റെ സാമാനമാണ് ടേസ്റ്റ് കൂടുതലെന്ന്. ഉപ്പ് രസം എന്നെ കൊണ്ട് വാതുറപ്പിക്കലോ അല്ല, ഞാൻ പച്ച തെറി വിളിച്ച് പറയും. ഓക്കെ, കുട്ടികൾ വീഡിയോ കാണരുത്, മാറി നിൽക്കുക. ഓക്കെ, അതുപോലെ സ്പീക്കറിൽ ഇട്ടിരുന്നൊന്നും കാണാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എൻ്റെ വായിന്ന് പലതും വരും. ചില സമയത്ത് എനിക്ക് ഇതുപോലത്തെ പച്ച മുന്നാര മോളുകളെ 10 പറഞ്ഞില്ല, എനിക്ക് സമാനം കിട്ടത്തില്ല. എൻ്റെ മനസമാനം നോക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവക്ക് വേറെ അങ്ങ് പുറത്തു പോയപ്പോൾ അവൻ്റെ സാമാനം അവൻ്റെ കാശും കണ്ട് കാശിൻ്റെ ബുദ്ധികഴപ്പും കുന്തളിപ്പും കയറിയപ്പോൾ ഈ രഞ്ജീഷിനെ വേണ്ടെന്ന് വെച്ചു. നീ പോയി തൊല, എവിടെ വേണോ തൊല, പണ്ടാരണയും കൊണ്ടുപോ, വല്ലവൻ്റെ സാമാനം ചുപ്പി അങ്ങോട്ട് പോ, എന്താന്ന് വെച്ചാൽ നീ ചെയ്. പക്ഷേ അങ്ങനെ നീ പോയിട്ട് ഒരു 8 വർഷം കഴിഞ്ഞിട്ട് നീ തിരിച്ചു വന്ന ആ കൊച്ചിനെ നിയമത്തിൻ്റെ വശത്തുനിന്ന് കൊണ്ടുപോയി. ഒരു മകനുണ്ടായിരുന്നു. ആ പയ്യനെ നിയമത്തിൻ്റെ സഹായത്തോടു കൂടി, എനിക്ക് നിയമത്തോട് പുച്ഛമാണ് തോന്നിയത്. ഈ നിയമം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ ഈ കടയാടി മോക്ക് വിട്ടുകൊടുത്തത്? സ്വന്തം അച്ഛനാണല്ലോ രഞ്ജീഷ്, അവനെയാണല്ലോ ചതിച്ചിട്ട് ആ കടയാടി മോള് വേറൊരുത്തൻ്റെ സുഖം തേടിപ്പോയത്. കണ്ടവൻ്റെയോട് അവിഹിതം ഉണ്ടാക്കാൻ പോയ അവളോടൊപ്പം എന്തടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ ആ കുട്ടിയെ വിട്ടുകൊടുത്തത്? ഇവിടെ കുറേ ലീഗൽ വശങ്ങളുണ്ട്, ഇല്ലെന്നില്ല. പക്ഷെ കാശറിഞ്ഞപ്പോൾ അവളെ വശങ്ങൾ കുറച്ച് കൂടിക്കാണ്. അല്ലെങ്കിൽ എന്ത് മത്തങ്ങ പരിപാടിയാണ് കാണിച്ചത്? 8 വർഷത്തോളം ആ കൊച്ചിന് ഒരു കുറവും വരുത്താതെ രഞ്ജീഷ് നോക്കി, പൊന്നുപോലെ നോക്കി. വല്ലവൻ്റെ കൂടെ സുഖം തേടിപ്പോയ അവൾ പെട്ടെന്നൊരു നിമിഷം പ്രത്യക്ഷപ്പെടുന്നു. നിയമത്തിൻ്റെ സഹായത്തോടൊപ്പം ആ കുട്ടിയെ അവൾ കൊണ്ടുപോകുന്നു. വല്ലാത്ത തന്തയിലായ്മയായിപ്പോയി. സത്യം, ഞാനിത് കണ്ട സമയത്ത്, ഈ ന്യൂസ് കണ്ട സമയത്ത് ആ കടക്കാടി മോളെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഒറ്റ അടിക്ക് തീർത്താനാണ്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? നിന്നെ സ്നേഹിച്ചതോ? നീ മറ്റൊരുത്തൻ്റെ കൂടെ സുഖം തേടി പോയിട്ട് നിന്നെ ഒന്നും ചെയ്യാണ്ട് വിട്ടതോ? എന്താ നീ അവസാനം കൊച്ചിനെയും കൂടി കൊണ്ടുപോയില്ലേ? പിഴുതു പറിച്ചോണ്ട് പോയില്ലേ? പാതി ജീവൻ രഞ്ജീഷിന്റെ പോയി, എന്നിട്ടും അവൻ ജീവിച്ചിരുന്നു. പക്ഷെ ബാക്കി പകുതിയും കൂടി നീ എടുത്തില്ലേ? പിന്നെ അവൻ എന്തിനെന്ന് തോന്നിക്കാണും. പക്ഷേ രഞ്ജിഷ് ചെയ്തത് ലോക മണ്ടത്തരോ, ലോക വിട്ടിത്തനമാ. ഓക്കെ, ആ കുട്ടി ഇന്നല്ലേ നാളെ നിന്നെ തേടി വരുമായിരുന്നു സത്യം അറിയുന്ന കാലത്ത്. പക്ഷെ ഇനി ആ പയ്യൻ ഈ കടയാടി മോളോടൊപ്പം ജീവിക്കുമ്പോൾ ആ പയ്യൻ സ്വയമേ മനസ്സിലാക്കണം, ഇവളെപ്പോലത്തെ ഒരു കള്ള കടക്കാടി മോൾ എൻ്റെ തള്ളയെന്ന് പറയാൻ എനിക്ക് അപമാനമെന്ന് നീ സ്വയം ചിന്തിക്കണം. കേട്ടാ മോനെ, നീ വളർന്നു വരുമ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നീ മനസ്സിലാക്കണം നിന്റെ തള്ള വെറും പിഴയായിരുന്നെന്ന്. ഞാൻ അങ്ങനെ തന്നെ പറയും.
പറയാൻ പാടില്ല, തെറ്റാ, എല്ലാം തെറ്റാ. പക്ഷെ ഇവിടുത്തെ നിയമം ഇത്തരം കാണിച്ചെങ്കിൽ എന്നെ അങ്ങ് ശിക്ഷിച്ചേക്കും, ഞാൻ തയ്യാറാണ്. കാരണം ആ പയ്യനെ പറിച്ചോണ്ട് പോയപ്പോൾ തീർന്നതൊരു ജീവനാണ്. നീ സുഖം തേടി പോയല്ലേടി, നിനക്ക് അവിടെ പോയിട്ട് വേറെ ഉണ്ടാക്കിയാൽ പോരെയെന്ന്. നിനക്കൊക്കെ ഇതല്ലേ പരിപാടി. നീ നാളെ ഒരുത്തൻ്റെയോടെ മറ്റൊരുത്തൻ്റെയോടെ ഇങ്ങനെ സാമാനം വലുത് കാണും തോറും നീയൊക്കെ അങ്ങ് പോവും. നിനക്കൊക്കെ ഇതൊക്കെ ഒന്നും വലിയ കാര്യമല്ല. പക്ഷെ അവൻ രഞ്ജീഷിന് ആ പയ്യൻ അവൻ്റെ ജീവനായിരുന്നു. അതിനാണ് നീ പുഴുതുകൊണ്ട് പോയത്. കടക്കാടി മോളെ, നിന്റെ ഫോട്ടോ കാണിച്ചാൽ നീ അങ്ങ് ഉണ്ടാക്കിക്കളയെങ്കിൽ നീ അങ്ങ് ഉണ്ടാക്ക്. ഞാൻ എന്തായാലും ആദ്യം ന്യൂസ് ഒന്ന് കൊടുക്കാം. നെഞ്ചോട് ചേർത്ത് വളർത്തിയ മകനെ പിരിഞ്ഞു. പിന്നാലെ രഞ്ജീഷ് ജീവനൊടുക്കി. കണ്ണീരെ അണിഞ്ഞ് സൈബർ ലോകം. ഓക്കെ, മകനെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ ആ പിതാവിൻ്റെ വേർപാട് നാടിനും സുഹൃത്തുക്കൾക്കും മാത്രമല്ല സൈബർ ലോകത്തിനും വേദനയായി. ഇടുക്കി കുമളിയിലെ സ്വകാര്യ ബസ് കണ്ടക്ടർ രഞ്ജീഷിന്റെ മരണവാർത്ത ഉൾക്കൊള്ളാനാകാതെ കണ്ണീരിലാണ് സുഹൃത്തുക്കളും നാട്ടുകാരും. രഞ്ജീഷിന്റെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ച് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. ഒരാഴ്ച മുൻപ് വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച രഞ്ജീഷ് ചികിത്സയിലായിരിക്കെയാണ് കഴിഞ്ഞ ബുധനാഴ്ച മരിച്ചത്. കോഴിമലയിൽ മകനും പിതാക്കളുമൊപ്പമായിരുന്നു താമസം. 6 വർഷം മുൻപ് ജോലിക്കായി ഭാര്യ ഷാർജയിലേക്ക് പോയതോടെയാണ് രഞ്ജീഷും മകനും മാത്രമായത്. അതായത് 6 വർഷം മുന്നേ ഈ കടയാടി മോള് ഷാർജയിലേക്ക് ജോലി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോൾ അവൾക്ക് വേറെ നല്ല സൂപ്പർ സാമാനമാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് അങ്ങ് നക്കാൻ തോന്നി, അവളങ്ങ് പോയി, അവൻ്റെ കൂടെ പോയി. ഓക്കെ, നീ പോയതോ പോയി. എന്തിനാടി ആ കൊച്ചിന് 6 വർഷം കഴിഞ്ഞ് വന്ന് നീ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നത്, പിരിച്ചത്? എന്ത് തേങ്ങയ്ക്കാടി കടയാടി മോളുകൾ. 6 വർഷം മുമ്പാണ് ജോലിക്കായി ഭാര്യ ഷാർജയിലേക്ക് പോയതെന്നാണ് രഞ്ജീഷും മകനും മാത്രമായത്. പിന്നീട് ഭാര്യ മറ്റൊരാളുമായി ബന്ധത്തിലായെന്നും രഞ്ജീഷുമായുള്ള ബന്ധം ഉപേക്ഷിച്ചെന്നും കുടുംബം പറയുന്നു. 1 മാസം മുൻപ് നാട്ടിലെത്തി ഭാര്യ മകനെ ഒപ്പം കൊണ്ടുപോകാൻ കട്ടപ്പന കോടതി സമീപിച്ചു. കോടതി അനുമതി ലഭിച്ചതോടെ ഇത്രയും കാലം തനിക്കൊപ്പം വളർത്തിയ മകനെ രഞ്ജീഷിന് വിട്ടു നൽകേണ്ടി വന്നു. മകനെ പിരിഞ്ഞതിന്റെ വേദന താങ്ങാനാകാതെയാണ് രഞ്ജീഷ് ജീവനൊടുക്കാൻ ശ്രമിച്ചതെന്ന് പഞ്ചായത്ത് അംഗം റോബിൻ കാരക്കാടൻ മനോരമ കോമിനോട് പറഞ്ഞു. 6 വർഷത്തിന് ശേഷം 1 മാസം മുൻപാണ് ഭാര്യ നാട്ടിലെത്തിയത്. മകനെ വിട്ടു കിട്ടാൻ അവർ കോടതിയെ സമീപിച്ചു. കോടതി അനുമതി നൽകിയതോടെ മകനെ അമ്മയ്ക്കൊപ്പം അയക്കേണ്ടി വന്നു. മകനോടുള്ള വേർപാടിന്റെ വേദന രഞ്ജീഷിന് താങ്ങാനായില്ല. മരണശേഷം അച്ഛൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും മകനെ അയക്കാൻ ആദ്യം തയ്യാറായില്ല. പിന്നീട് കോടതിയെ സമീപിച്ചാണ് ചടങ്ങുകൾക്കായി മകനെ എത്തിച്ചത്. റോബിൻ പറഞ്ഞു. എന്തിന് തീർന്നില്ലേ? ആ മകൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പൊന്നു മോനെ, നിന്റെ തള്ളേന്ന് പറഞ്ഞിരിക്കുന്ന അവളെ വിശ്വസിക്കരുത്. അവളെ നാളെ ചിലപ്പോൾ നിന്നെയും പിടിച്ച് വിറ്റാന്നിരിക്കും. കാരണം നിന്റെ അച്ഛനെ ചതിച്ചുകൊണ്ട് വേറൊരുത്തൻ്റെയോട് സുഖം തേടി പോയവളാണ് അവള്. അതുപോലെയുള്ള ഒരു കടയാടി മോള് കണ്ടുകൊണ്ടാവരുത് നീ ഇനി ജീവിക്കേണ്ടത്. നീ അമ്മ എന്ന് വിളിക്കരുത്, അവളെ അമ്മ എന്ന് വിളിക്കരുത്. നിനക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ, അത് നിന്റെ രഞ്ജിഷ. നീ പോയ വേർപാടിൽ ഇനി എന്തിനു ജീവിക്കണമെന്ന് സ്വയമേ തോന്നി ആ മനുഷ്യൻ ജീവനൊടുക്കി. ഓക്കെ, നിനക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മയില്ലടാ. നിനക്ക് അമ്മയില്ല. അതിനെ നീ അമ്മ എന്ന് വിളിച്ച് വളർന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിനും ജീവനും അർത്ഥമില്ലാതെ ആയിപ്പോവും. സീരിയസ്ലി മോനെ, നീ വിളിച്ച് വളരരുത്. ഓക്കെ, നിന്റെ അച്ഛനെ തീർത്തവളവള് കാലൻ. ഓക്കെ, അത് നിന്റെ മനസ്സിലുണ്ടായിരിക്കണം. നിനക്ക് തിരിച്ചറിവിന്റെ പ്രായം എത്തുമ്പോൾ ഇതെല്ലാം നീ കാണണം. നിന്റെ അച്ഛൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ അടിക്കുമ്പോൾ വരുന്ന ഈ വീഡിയോസ് ഓരോന്നും നീ കാണണം. കണ്ട് മനസ്സിലാക്കണം നിന്റെ അമ്മയെ പറ്റിയിട്ട്. മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി മകനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന രഞ്ജീഷിന് ആ വേർപാട് സഹിക്കാനായില്ലെന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഏറെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു രഞ്ജീഷിനെയും. ആരോട് പിണക്കമില്ലാത്ത സ്വഭാവമായിരുന്നു റോബിൻ പറയുന്നു. ബസ് കണ്ടക്ടറായി ജോലി ചെയ്യുന്നതിനിടെ രഞ്ജീഷിന്റെ ദൃശ്യങ്ങളും സുഹൃത്തുക്കൾ പങ്കുവച്ച ഓർമ്മകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. പ്രിയപ്പെട്ട മകനെ പിരിഞ്ഞതിന്റെ വേദന ജീവിതം അവസാനിപ്പിച്ച രഞ്ജീഷിന്റെ വിയോഗം നാടിനൊക്കെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ഓക്കെ, രഞ്ജീഷിന്റെ ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. സത്യം പറയാലോ, എനിക്ക് കണ്ടപ്പോൾ എന്തോ ആ പുന്നാര മോളെ തീർക്കാനുള്ള കലിപ്പാണ് എനിക്ക് തോന്നിയത്. ഇവളെ പോലെയുള്ളവളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇവളൊക്കെയാണ് ചത്തു തൊലയേണ്ട ഈ ഭൂമിയിൽ നിന്ന്. ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്ന കടയാടി മക്കള്. കണ്ടാലും ചിരിച്ചോണ്ട് ഓടിയെത്തുന്ന ഒരു സുഹൃത്ത് മരണപ്പെട്ടു പോയപ്പോൾ അതിന്റെ പുറകിലുള്ള സത്യം ഈ ലോകം അറിയണം എന്നുള്ളതിന് മാത്രമാണ് ഈ ഒരു വീഡിയോ. താൻ സ്നേഹിച്ച തന്റെ ഭാര്യയെ തന്നെ ഇട്ട് പോയപ്പോൾ തന്റെ കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു അവസാനം കുഞ്ഞും തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞ് അദ്ദേഹം കടന്നുപോയി. സ്നേഹിച്ച പെണ്ണ് മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ അതിലുണ്ടാകുന്ന ആ വേദന, അതിലുണ്ടാകുന്ന ആ സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. എന്നാൽ സുഖം തേടിപ്പോയ പെണ്ണെ, നീ ഒന്ന് ഓർത്തോളൂ. ജന്മം തന്ന അച്ഛന് പകരം എത്ര അച്ഛനെ കൊണ്ടുപോയി നീ കുഞ്ഞിന്റെ മുമ്പിൽ നിർത്തിയാലും ജന്മം തന്ന അച്ഛന്റെ സ്നേഹം മറ്റൊരച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടുകയില്ല.
ഈ സുഹൃത്തിന് വേണ്ടി ഒരു കാര്യം ഞാൻ നിന്നോട് പറയുകയാണ്. നീ അവനോട് ചെയ്തതിന് ദൈവം നിന്നോട് പകരം ചോദിക്കും. ദൈവം പകരം ചോദിക്കും. എത്രയും പെട്ടെന്ന് ചോദിക്കട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഈ പുന്നാര മോക്ക് ഇവിടെ നിന്ന് ഈ നാട്ടിൽ നിന്ന് ഗൾഫിലോട്ട് പോയപ്പോൾ ഇവക്ക് കുറച്ച് കാശുണ്ടായി കാണുമല്ലോ. കാശൊക്കെ ഉണ്ടായപ്പോൾ നാട്ടിൽ എൻ്റെ ഭർത്താവ് കണ്ടക്ടറാണെന്ന് പറയാൻ അവൾക്ക് നാണക്കേടായിരുന്നിരിക്കാം മേ ബി. ഓക്കെ, അങ്ങനെ അവൾ അവിടെ പോയപ്പം അവിടെ വേറെയുള്ളവന്മാരെ സാമാനങ്ങൾ കണ്ടപ്പോൾ കൊള്ളാം, ഇവൻ്റെ നല്ല നീളമുണ്ട്, അങ്ങനെ കയറി ഇരിക്കാന്ന് പറഞ്ഞുകൊണ്ട് കയറി ഇരുന്ന് തുടങ്ങിയതാ. എടി ചത്തൂടെ നിനക്കൊക്കെ ചത്തൂടെ എടി? സീരിയസ്ലി ഞാൻ ചോദിക്കുക. നീ വീഡിയോ കാണൂല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. നിനക്ക് പോയി ചത്തൂടെ? നീ കേസ് കൊണ്ട് എൻ്റെ പേരിൽ കൊണ്ട് കേസ്. കടയാടി മോളെ, എൻ്റെ കൺമുന്നിലാങ്ങാണ്ട് വന്ന് പെട്ട് കഴിഞ്ഞാൽ നീ കേസും കൊടുത്ത് അവിടെ ഓപ്പണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ വല്ലത്തിനും വന്ന് എൻ്റെ കൺമുന്നിൽ വന്ന് പെട്ടാൽ നിൻ്റെ വിധിയെന്നങ്ങ് നീ അങ്ങ് കൂട്ടിക്കോ. അത്രയ്ക്ക് പൊട്ടി ആ പാവോടെ അവൻ തീർന്നടേ. എന്തുവാടാ കോപ്പ്. ഇനി 1-2 കമൻസ് ഞാനൊന്ന് വായിക്കാം കേട്ടോ. ഈ ബസ്സിൻ്റെ റിലേറ്റഡ് ഈ പയ്യൻ്റെ രഞ്ജിഷിൻ്റെ വീഡിയോസ് വന്നതിന് താഴെ വന്നിട്ടുള്ള കമൻസാണ്. നീതി ലഭിക്കും വരെ ഈ ശബ്ദം നിലയ്ക്കില്ല. പ്രിയ രഞ്ജിഷ് ഏട്ടാ, നിങ്ങളുടെ ഓർമ്മകൾ എന്ന് ഞങ്ങളോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ എല്ലാവരും ജസ്റ്റിസ് ഫോർ രഞ്ജിഷ് എന്ന് പറഞ്ഞുകൊണ്ട് കമൻസ് ഇടാൻ മാക്സിമം ശ്രമിക്കുക. കാരണം ഇവിടെ രഞ്ജിഷിന് ജസ്റ്റിസ് കിട്ടണം. ആ കടയാടി മോൾ അങ്ങ് പുറത്തായാലും അവള് നാട്ടിൽ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയെങ്കിലും അവൾക്ക് ആക്കണം. അവള് നശിച്ച് നാറാണത്തെ പണ്ടിറങ്ങി തീരണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നാട്ടിൽ മൊത്തം പ്രായിക്കുക. ഇതുപോലത്തെ കടയാടി മക്കൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവളാണ്. ഞാനൊരു കമൻറ്റ് വായിക്കാം. യാത്രക്കാരോട് ഇത്രയും നല്ല മര്യാദയോട് കൂടി സംസാരിക്കുന്ന ഒരു കണ്ടക്ടർ, SG പൈസ എടുക്കുന്ന കുട്ടികളോട് ആണെങ്കിലും ആ ചിരിയും നല്ലൊരു സൗഹൃദ സംഭാഷണം. പാവം പുള്ളിയുടെ ആ ചിരി കൊണ്ട് ബസ്സിൽ കയറുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ചേട്ടായിയെ കൊന്നത് അവളും അവളുടെ കാമുകനും ഈ നാട്ടിലെ നിയമവുമാണ്. എന്താണ് ചെയ്തത് കുറ്റം? ഞാനൊരു പുരുഷനായി ജനിച്ചു, ഞാനൊരു പിതാവായി ജീവിച്ചു, രണ്ടിലും ഞാൻ പരാജയപ്പെട്ടു. എൻ്റെ കൂട്ടുകാരനാണ്, ഒരുമിച്ച് കാണുന്നവരാണ്, മിണ്ടുന്നവരാണ്. ചേട്ടായിക്ക് നീതി വേണം. ഓക്കെ, കമൻസുകൾ കണ്ടല്ലോ. എന്താ അയാളൊരു പുരുഷനായി ജനിച്ച് ഒരു പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു, അവളെ കൂടെ പൊറപ്പിച്ച് ജീവിച്ചു, ഒരു കൊച്ചിന് ജന്മം നൽകി അച്ഛനായി. 2 സ്ഥലത്തും അങ്ങനെ ഫ്ലോപ്പല്ല, ഫ്ലോപ്പ് ആക്കിയതാ, പറിച്ചെടുത്തതാ ജീവൻ. ആ കടയാടി മോളെ വെറുതെ വിടണോ? ഇവിടുത്തെ നിയമം ആ കടയാടി മോളോടൊപ്പം ആ പയ്യനെ വിട്ടപ്പോൾ ഇവിടുത്തെ നിയമം കാരണം ഇല്ലാണ്ടായത് ഒരു ജീവന. അതിന് ഉത്തരം പറയാം ഇവിടുത്തെ നിയമത്തിനും ന്യായത്തിനും നീതി പീഠത്തിനും കഴിയുമോ? എൻ്റെ ചോദ്യം. ഓക്കെ, അവളെ വെറുതെ വിട്ട് അല്ലെങ്കിൽ അവളോട് കൂടി ആ കൊച്ചിനെ പറഞ്ഞു വിട്ട് ഇവിടുത്തെ നിയമത്തിന് അവളെ ശിക്ഷിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? ഇല്ല, ശിക്ഷിക്കത്തില്ല. പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയയിലെങ്കിലും ഇവിടുതുപോലത്തെ കടയാടി മക്കളെ വലിച്ചു കയറണം. ഇനി നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവണം ഈ പുന്നാരമൊക്ക്. ഇവളുടെ മോന്തയിനി കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ കല്ലെറിയണം. ആ രീതിയിലാക്കണം. ഷെയർ ചെയ്യും, മാക്സിമം ഷെയർ കാണട്ട്. പുന്നാരമോളെ എല്ലാവരും 10 ആളെ കാണണം ഇവളൊക്കെ. ഇനി അടുത്ത ഒരു ഇത് കൊടുക്കാൻ ഞാൻ. സ്വന്തം അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും കോടതി വിധി വേണമോ? എന്തൊരവസ്ഥ. രഞ്ജിത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സംഭവം നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ഉയർന്നു ഒന്നായി മാറിയിരിക്കുകയാണ്. രഞ്ജിത്തിൻ്റെ മരണത്തിന് പിന്നാലെ സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് കുടുംബവും നിരവധി പേരും ആവശ്യപ്പെടുന്നത് ആത്മഹത്യ എന്ന് സാധ്യത മാത്രമല്ല മറ്റ് എല്ലാ സാധ്യതകളും പരിശോധിക്കണമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. രഞ്ജിത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങളും സന്ദേശങ്ങളും മരണത്തിൻ്റെ മുമ്പുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മാനസികമായി ഏറെ ബാധിച്ചിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ചർച്ചയായത് സ്വന്തം അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ രഞ്ജിത്തിൻ്റെ മകനെ കിട്ടാൻ കുടുംബത്തിന് നേരിട്ട ബുദ്ധിമുട്ടുകളാണ്. ആദ്യം കുട്ടിയെ വിട്ടു നൽകാൻ വിസമ്മതിച്ചുവെന്നും പിന്നീട് വിവിധ രേഖകൾ ആവശ്യപ്പെട്ടുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. കുട്ടിയെ പോലും വിട്ടുകൊടുത്തിട്ടില്ല. അതാ ഈ പുന്നാര മോളാണ്. ഒറ്റ അടിക്കില്ല, അവള് 4 മുറിയും 16 അടുക്കളയാവും. ഈ പുന്നാര മോളാണ് വേറൊരുത്തൻ്റെ സാമാനം കണ്ടപ്പോൾ അങ്ങോട്ട് ചൂപ്പാൻ പോയത്. ഓക്കെ, അവിടെ പോയത് ഒരു യുവാവിൻ്റെ ജീവനാണ്. അതിലെ മാന്യമായിട്ട് സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ എന്നാ മാന്യത ഉണ്ടാക്കാൻ? എനിക്ക് ഇത്രയേ ഉള്ളൂ മാന്യത. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയത്തുള്ളൂ. സീരിയസ്ലി
ഇതിനെയൊന്നും എനിക്ക് പറ്റത്തില്ല. ആ കുഞ്ഞ് നിന്നെ ചോദ്യമുനയിൽ നിർത്താതിരിക്കട്ടെ എന്നല്ല, നിർത്തണം. 8 വർഷം സ്നേഹസമ്പന്നായ ഭർത്താവ് ഉണ്ടായിട്ടും വേണ്ടിയിരുന്നില്ല. അവക്ക് കടി നമുക്ക് മൂത്ത് കിടന്നു. നമുക്ക് അവിടെ ഗൾഫിൽ പോയപ്പോഴേ കടി തീർക്കാൻ പറ്റാണ്ടായിപ്പോയി. അപ്പോൾ അവിടെ കണ്ടവൻ്റെ കയ്യിൽ കയറി ഇരിക്കാൻ തുടങ്ങി. എന്നെ കൊണ്ട് പച്ച തെറി പറയിപ്പിക്കില്ല. ഇനി ഒരു അഡ്വക്കേറ്റ് രംഗത്ത് വന്നിട്ടുണ്ട്. എന്ത് ചെയ്തിട്ട് ഇവൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ രഞ്ജീഷിന്റെ വീട്ടിൽ പോയിരുന്ന് ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ. എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകൾ കേൾക്കാം. നമസ്കാരം, അഡ്വക്കേറ്റ് റിനേഷ് എടത്താടനാണ്. ഞാനിപ്പോൾ ഇടുക്കി കുമളിയിലേക്കുള്ള യാത്രയിലാണ്. ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഞാൻ രഞ്ജീഷിനായി വരും, അവനായി സംസാരിക്കും, അവൻ്റെ നീതിക്കായി ഞാൻ അവരുടെ കുടുംബാംഗങ്ങളായിട്ട് സംസാരിച്ച് നിയമയുദ്ധം ആരംഭിക്കാനായിട്ട് ഞാൻ വരുമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ ഇടുക്കി അവൻ്റെ വീട്ടിലേക്ക് കുമളിയിലേക്കുള്ള യാത്രാമധ്യയിലാണ്. നമുക്കറിയാം, ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടപ്പോൾ ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകളാണ് ഇത് വ്യൂ ചെയ്തത്. അതിനിടയിൽ വന്ന കമന്റുകൾ വായിച്ച് എനിക്ക് വളരെയധികം സന്തോഷമായി. എല്ലാവരും ആ രഞ്ജീഷിന്റെ ജസ്റ്റിസിനായി, രഞ്ജീഷിന്റെ നീതിക്കായി പൊരുതണമെന്നും അവരുടെ എല്ലാം സപ്പോർട്ട് രഞ്ജീഷിന് വേണ്ടി ഉണ്ടെന്നും ഈ കമന്റിലൂടെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സപ്പോർട്ട് അറിയിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് പോരാടിയാൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സ്വന്തം ഭാര്യയുടെ ചതിയിൽ കുട്ടിയെ വേർപ്പെടുത്തിയുള്ള ദുഃഖഭാരത്തിൽ രഞ്ജീഷ് നമ്മളെ വിട്ടുപോയി. എൻ്റെ രഞ്ജീഷ് ഇപ്പം ആദ്യം എനിക്കറിയാത്ത ഒരാളാണ്. ഇപ്പോൾ കേരളത്തിന്റെ മൊത്തമാണ് രഞ്ജീഷ്, നമ്മുടെ എല്ലാ സഹോദരനാണ് രഞ്ജീഷ്. ആ രഞ്ജീഷിന് വേണ്ടിയുള്ള നിയമയുദ്ധത്തിന്റെ ഭാഗമായിട്ട് നമ്മളതിന്റെ യാത്ര തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഇനിയും വേണം, തുടരണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നിയമയുദ്ധത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള വഞ്ചന കുറ്റത്തിൽപ്പെട്ട്, അതായത് സ്വന്തം ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന അനവധി പുരുഷന്മാർക്ക് ഒരു നീതി ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമ്മൾ രഞ്ജീഷിനായിട്ടുള്ള സമരത്തിനായിട്ട് ഉറപ്പായിട്ടും എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ട്. ജനങ്ങൾ ഒന്നടങ്കം ഈ രഞ്ജീഷിന് നീതി വാങ്ങിക്കൊടുക്കുവാനായിട്ട് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യണം, വേറെ ഒന്നുമല്ല. നമുക്ക് കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജസ്റ്റിസ് ഫോർ രഞ്ജീഷ് എന്ന ഒരു രീതിയിൽ തന്നെ നമ്മളിനി മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണം. ഈ കടയാടി മോളെ വലിച്ച് കീറെങ്കിലും ചെയ്യണം. നിയമത്തിന് ഇവിടെ ഒന്നും തേങ്ങ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പുന്നാര മോക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ അവളെ വലിച്ച് കീറി പൊതുസമൂഹത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. ഓക്കെ, ഇനി ഒരു പ്രേക്ഷക പറയുന്ന ഒരു വോയിസ് ഞാനൊന്നും കൊടുക്കുക. കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്ക്. അയച്ചു തന്ന വീഡിയോ ഇല്ലേ രാവിലെ, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പം മറ്റെല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നത് പോലെ ഒരു വീഡിയോ ആയി പോവരുതത്. എല്ലാ കാര്യങ്ങളും പോലെ ഒരു നിസാര വീഡിയോ ആയി പോവരുതത്. ഞാനും ഒരു പെണ്ണാണ്, പക്ഷേ ഇയാളുടെ സ്ഥാനത്ത് ഇതൊരു പെണ്ണായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളടക്കമുള്ള സോഷ്യൽ മീഡിയയും മുഖ്യധാരാ മാധ്യമങ്ങളും അതിനെ വലിയ രീതിയിലൊരു ചർച്ചാ വിഷയമാക്കിയാണ്. നമ്മുടെ നാട്ടിലെ ഊമ്പിയ നിയമം അങ്ങനെ തന്നെ പറയണം. കാരണം ശരിക്കും നീതി അർഹിക്കുന്നവർക്ക് നീതി കിട്ടുന്നില്ല, എങ്കിലോ കാശുള്ളവർക്ക് നീതിയുണ്ട്. എന്താ പറയണ്ടതെന്നൊന്നും അറിയത്തില്ല. പലരും ഈ ഒരു മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ വേദന റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ അത് ആ ഒരു അവസ്ഥ വരുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ പോലും കണ്ടിട്ടില്ല. പക്ഷെ എന്തോ ഇങ്ങനൊരവസ്ഥയിൽ ഇത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി. എല്ലാ വീഡിയോയും നിങ്ങൾ തെളിവ് സഹിതം അന്വേഷിച്ച് എല്ലാ രീതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിന് ഒരുപടി മുകളിലായിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് എങ്ങനെയെങ്കിലും ഇത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തണം. അവരെ കൊണ്ട് ഇത് ചർച്ച ചെയ്യിപ്പിക്കുന്ന രീതിയിലൊരു വീഡിയോ ആയിരിക്കണം. കാരണം നാളെ ഒരാൾക്ക് ഇങ്ങനെ വരരുത്. അത് ആണായാലും ശരി, പെണ്ണായാലും ശരി. പെണ്ണിനൊരു വഴി മുമ്പിലാണ് നീതിയും നിയമവും ഒക്കെ, പക്ഷെ അത് പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാനൊരു പെണ്ണ, എനിക്കത് മനസ്സിലാവും. ഇതേ അവസ്ഥയിൽ കുറേ ആണുങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്നുണ്ട്. ഉള്ളതാ കറക്റ്റ് കാര്യമാണ് പറയുന്നത്. ഒരുപാട് കടയാടി മക്കൾ, ഒരുപാട് ആണുങ്ങളുടെ ജീവിതം ഇവിടെ തൊലച്ച് കളയുന്നുണ്ട്. അതുപോലെ തിരിച്ചും ഓക്കെ, പെണ്ണുങ്ങളുടെ ജീവിതം തൊലച്ച് കളയുന്ന ആണുങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ രഞ്ജീഷിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഭർത്താവ് എന്ന നിലയിൽ അദ്ദേഹം ഫ്ലോപ്പാണ്. അയാളല്ല തെറ്റ് ചെയ്തത്, കടയാടി മോളാണ് തെറ്റ് ചെയ്തത്. പക്ഷെ അയാൾ ഫ്ലോപ്പാണ് ഒരു അച്ഛൻ എന്ന നിലയിൽ.
ആ മകനെ പോലും കൂടെ നിർത്താൻ പോലും പറ്റാത്ത ഒരവസ്ഥ, ആ മാനസിക അവസ്ഥകളൊന്ന് ആലോചിക്കുക. എത്രത്തോളം രഞ്ജിഷ് ആ മകനെ സ്നേഹിച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ജസ്റ്റ് നിങ്ങളുടെ മക്കളെയാണ് നിങ്ങളിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? ഓക്കെ, അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. അത്രയും വലിയ കഷ്ടമായിരുന്നു ആ മനുഷ്യൻ ആ അവസാന സമയങ്ങളിൽ അനുഭവിച്ച മാനസികാവസ്ഥ. ഈ കടയാടി മോള മറ്റവൻ്റെ കൂടെ കൊരുത്തിരിക്കുകയാണ്, സുഖവും തേടി. അതാവുമ്പോൾ അടുത്തവൻ കഴപ്പുകൾ തീർത്തോണ്ട് നടക്കും ഇവളുമാർ, കടയാടി മക്കൾ. ഇതിൻ്റെ ഇടയിൽ കൂടി അവർക്ക് ഉണ്ടാക്കാൻ കൊച്ചിനെ എടുത്തോണ്ട് എന്തിനാണെന്ന് എനിക്കിതൊരു മനസ്സിലായിട്ടില്ല കേട്ടാ. കണ്ടവൻ്റെ കൂടെ അവിധം പിടിച്ച് കഴപ്പ് തീർക്കാൻ പോയ ഇവള് എന്തിനാണ് രഞ്ജിഷിൽ നിന്നും ആ കുട്ടിയെ വേർപ്പെടുത്തി കൊണ്ടുപോയത്? ഒരുപക്ഷെ അവളുടെ കാമുകന്മാർ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിരുന്നു വളഞ്ഞ് ഒട്ടമേശ സമ്മേളനത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഉണ്ടാക്കിയ പ്ലാനായിരിക്കും. നീ അവനെ അങ്ങോട്ട് ഒന്ന് മാനസികമായിട്ടും കൂടി തളർത്ത് ആ കൊച്ചിനെ ഇങ്ങ് വിടി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതാണ്. അല്ലെങ്കിൽ കടയാടി മോൾ ഇപ്പോൾ എന്നാത്തിനായി കൊച്ചിനെ എടുത്തുകൊണ്ട് പോയത്? ഇത്രയും കാലമില്ലാത്ത പാസ് അവൾ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. പുന്നാര മോള്, ഇവളെപ്പോലത്തെ തന്തയില്ലാത്ത സാധനങ്ങളെയാണ് എൻകൗണ്ടർ ചെയ്ത് തീർക്കേണ്ടത്. അതും ഇത്രയും വർഷമില്ലാതെ ഇപ്പോൾ ഉണ്ടാക്കാൻ വന്ന അവളെ കൂടെ ആ കൊച്ചിനെ ഇറക്കി വിട്ടിരിക്കുകയാണ്. നിയമത്തോടാണ് വെറും പുച്ഛം തോന്നുന്നത്. എന്നാൽ ഈ കടയാടി മോള് കാരണം തീർന്നല്ലോ രഞ്ജിഷ്. ആ കടയാടി മോൾക്കെതിരെ എന്തെങ്കിലും ഉണ്ടാക്കുമോ? കീരവത്തുണ്ടാക്കും. ബാക്കി ആ ലേഡി പറഞ്ഞേക്ക. നമ്മുടെ നിയമമാണ് അയാൾക്ക് അയാളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണം. അവൾ ജോലി സംബന്ധമായി പോയി അവിടെ മറ്റൊരാളുമായി സെറ്റിലായി. അവളുടെ ഇത് പറയാൻ പറ്റത്തില്ല പല വാക്കുകളും. അപ്പോഴെല്ലാം ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് 8 വർഷം വളർത്തി എന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾക്ക് കുറച്ച് പൈസയും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ അവളുടെ മറ്റവനുമായി കൂട്ടി നാട്ടിൽ വന്ന് നിയമത്തിൻ്റെ കൂട്ടുപിടിച്ച് ആ കുഞ്ഞിനെ സ്വന്തമാക്കിയപ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ടത് ജീവനും ജീവിതവും കുഞ്ഞുമെല്ലാം. അതുകൊണ്ടാണല്ലോ ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്തത്. ഇനി ഒരാണും, ഇപ്പം നിങ്ങളും ഒരാണാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും ഇതുപോലൊരു അവസ്ഥ ഇനി ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നടങ്കം ശബ്ദമുയർത്തണം. നമ്മുടെ നിയമത്തിന് നേരെ വിരൽ ചൂണ്ടണം. നമ്മുടെ നിയമം ശരിയല്ലാത്തത് കൊണ്ടാണ് പല പാവങ്ങളും ശിക്ഷിക്കപ്പെടുന്നതും പല കൊലപാതകളും രക്ഷപ്പെടുന്നതും. കറക്റ്റ് കാര്യം അവർ പറയുന്നത്. ഇന്ന് ബാങ്ക് ബാലൻസ് നോക്കി പ്രണയിക്കുന്ന അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് നോക്കി കല്യാണം കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. എടാ നിനക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് ചോദിച്ചിട്ടായിരിക്കും കല്യാണം ആലോചിക്കുന്നത് തന്നെ. ഇതൊക്കെയാണ് അവസ്ഥകൾ. കാശ് എടാ കാശ് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ മുഖ്യം എന്ന് വെച്ചിട്ട് കാശ് മാത്രമാകരുത്. ഓക്കെ, അതും കൂടി എനിക്കിവിടെ പറയണമെന്ന് തോന്നി. കാശ് കണ്ടപ്പോൾ, വലിയ സാമാനം കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ പോയ ഇതുപോലത്തെ കടയാടി മോളുകളാണ് ഈ നാടിന് ശാപം. പ്രണയം പോലും കോപ്പാണ്, കോപ്പ്. ഒരു തെറിയടാ എൻ്റെ വായിൽ വരുന്നത്. തായും പൂവും വായും വച്ച് അമ്മാതിരി തെറിയാണ് എൻ്റെ വായിൽ വരുന്നത്. ആ പാവം അങ്ങനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവമാണ്, ഒരു അപ്പായി കേസാണ്. തൊലച്ചിട്ട് പോയില്ലേടി കടയാടി മോളെ, നിനക്ക് കിട്ടിയ കളി അതിനു വേണ്ടിയില്ല നീ ഉണ്ടാക്കാൻ പോയത് അവീതം. തൊലച്ച് നാറാണത്തേക്ക് പറഞ്ഞ നിന്നെയൊക്കെ വേറെ പേരുകൾ ഇട്ടാണ് വിളിക്കുന്നത്. ഈ റോഡരികി പോയി നിന്ന് സ്വന്തം മാനം വിറ്റ് കാശിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് ഇതിനേക്കാളും അന്തസ്സുണ്ടടി. അവരല്ല മറ്റേ പേരിട്ട് വിളിക്കേണ്ടത്, നിന്നെയൊക്കെയാണ് അതൊക്കെ ഇട്ട് വിളിക്കേണ്ടത്. കടയാടി മക്കൾ. ഇതിൻ്റെ പേരിൽ എന്നെ എങ്ങും വല്ലതും ചെയ്യാണ്ടെങ്കിൽ ചെയ്യും ഇവിടുത്തെ നിയമത്തിന്. എന്നാലും അവളൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്. പുതിയൊരു വീഡിയോ ഇടണം. ബൈ. ഈ കടയാടി മോക്കെല്ലാം പറയാണ്ടെങ്കിൽ അതും കൂടി പറ, കേൾക്കട്ടെ.